ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണം സ്പെഷ്യൽ സദ്യയിലെ മെയിൻ ഐറ്റമായ അവിയലാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അവിയലിനുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, അങ്ങനെ ആകുമ്പം പച്ചക്കറികളൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചൊരു ലോ ഫ്ലെയിമിൽ നമുക്ക് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കും. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാൻ വേണ്ടി മറന്നുപോയി. ഇപ്പോൾ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 6 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചക്കറി വേവിക്കുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി നമ്മുടെ പച്ചക്കറികൾ കുക്കായി ഒന്ന് നോക്കാം. എല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികളൊക്കെ സൈഡിലോട്ട് ഇതുപോലെ മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചക്കറികളൊക്കെ ഇതുപോലെ അരപ്പിന് മേലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക. ഒന്ന് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് മാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരപ്പൊക്കെ ആവിയിൽ കിടന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ പച്ചക്കറിയിലും അരപ്പ് നല്ലപോലെ പിടിക്കണം, അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടി തൈര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണിത്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ തൈരൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അവസാനം കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവിയലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്